തലസ്ഥാനത്ത് ഏറെ കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം ചെയ്ത വനിതാ സൗഹൃദ ഇടനാഴി പൊളിച്ചു മാറ്റിയതിൽ ദുരൂഹത ആരോപിച്ച് അഭിഭാഷകൻ. ഏത് സാഹചര്യത്തിലാണ് ഇടനാഴി പൊളിച്ചു മാറ്റിയതെന്ന ചോദ്യത്തിന് പൊളിച്ചിട്ടില്ലെന്നാണ് നഗരസഭയുടെ മറുപടി. പിന്നെ ആര് പൊളിച്ചു എന്ന ചോദ്യത്തിന് അധികൃതർക്ക് വ്യക്തതയില്ല. റോഡ് വികസനത്തിന് വേണ്ടി പൊളിച്ചതാകാമെന്നാണ് കോർപ്പറേഷൻ സെക്രട്ടറിയുടെ വിശദീകരണം. ആ ഉത്തരത്തിൽ അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെയുള്ള ഒരു ഇടനാഴി പൊളിച്ച് കളഞ്ഞിട്ടേ ഇല്ല. നമുക്ക് ആർക്ക് പോയി നോക്കിയാലും മനസ്സിലാക്കാവുന്നതുള്ളത് പൊളിച്ച് കളഞ്ഞു. 90 ലക്ഷത്തിലധികം രൂപ ചിലവാക്കിയാണ് ആ ഇടനാഴി ഉണ്ടാക്കിയത്. അതിന് എത്ര രൂപയായി, എന്തിനാണത് പൊളിച്ച് കളഞ്ഞതുള്ള വിവരാവകാശമാണ് ഞാൻ ചോദിച്ചത്. അതിനവർ തന്നിരിക്കുന്ന മറുപടി എന്ന് പറഞ്ഞാൽ അത് പൊളിച്ച് കളഞ്ഞിട്ടേ ഇല്ലെന്ന്. വളരെ വിചിത്രമായൊരു മറുപടിയാണ്. നഗരസഭ ഇത്രയും കാലമായിട്ട് അത് അറിഞ്ഞില്ലേ? അതിനെതിരെ നടപടി എന്തെങ്കിലും സ്വീകരിക്കേണ്ട ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. നഗരസഭയുടെ അറിവില്ലാതെ അത് പൊളിച്ചുകൊണ്ട് പോയിട്ടുണ്ടെങ്കിൽ ആരാണത്? അതിനെതിരെ എന്ത് നടപടിയാണ് നഗരസഭ അധികൃതർ സ്വീകരിച്ചത്? ഇത് അറിയാൻ വേണ്ടിയാണ് ഞാൻ കൊടുത്തത്. ഗോപാൽ ശീലാസനൽ നമുക്കൊപ്പം. ഗോപാൽ ശീലാസനൽ, ഗുഡ് ഈവനിംഗ്. ആ വനിതാ സൗഹൃദ ഇടനാഴി ഗോപാൽ നേരത്തെ കണ്ടിട്ടുണ്ടോ? അത് എവിടെയാണ് പൊളിച്ചത്? ആരാണ് പൊളിച്ചത്? എപ്പോഴാണ് പൊളിച്ചത്? എന്ന് മുതലാണ് ഇത് പൊളിച്ച നിലയിൽ കണ്ടത്? സുജിയ, ഞാൻ ആ ഇടനാഴി കണ്ടിട്ടുണ്ട്. അതിൻ്റെ ഉദ്ഘാടന പരിപാടിയിൽ പങ്കെടുത്തിട്ടുമുണ്ട്. അന്ന് വലിയ ആഘോഷമായിട്ട് ജനപ്രതിനിധികളും മന്ത്രിമാരും മേയറും അടക്കമുള്ളവർ വന്ന് പങ്കെടുത്ത് ഉദ്ഘാടനം ചെയ്ത ആ ഇടനാഴി നിന്ന സ്ഥലത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഇവിടെ വലിയ രീതിയിൽ ഒരു ആർച്ച് പോലെയുള്ള കുടകൾ പോലെ വെയിൽ കൊള്ളാതിരിക്കാൻ, മഴ കൊള്ളാതിരിക്കാനുള്ള ഒരു ആവരണം ഉണ്ടായിരുന്നു. ഈ ഭിത്തികളിലെല്ലാം തന്നെ അക്കാമ ചെറിയാൻ, ഇന്ദിരാഗാന്ധി, അതിനോടൊപ്പം തന്നെ സംസ്ഥാനത്തെയും രാജ്യത്തെയും ലോകത്തിലെയും തന്നെ പ്രധാനപ്പെട്ട വനിതകളുടെ ചിത്രങ്ങൾ പതിപ്പിച്ചിരുന്നു. ഇതിന്റെ ഉദ്ദേശം അന്ന് മുന്നോട്ട് വെച്ചിരുന്നത് ഏതാനും ഒരു 3-4 വർഷം മുൻപ് 2020 ഇതിന്റെ പണി തുടങ്ങിയത്. 2021 ഗോപാൽ, എന്റെ ഒരു സംശയം, നമ്മളിപ്പോൾ 2 ചിത്രങ്ങളും കാണിക്കുന്നുണ്ട്. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ഇടനാഴി എവിടെയുണ്ട്? ഇടനാഴിയുടെ മേൽക്കൂരയല്ലേ പൊളിച്ചുകൊണ്ടുപോയത്? അപ്പോൾ അത് ആര് പൊളിച്ചു? ആ മേൽക്കൂര അവിടെ നിന്നതുകൊണ്ട് ആർക്കായിരുന്നു പ്രശ്നം? സുജി, അതാണ് ഇവിടെ ഈ ഇടനാഴി എന്ന് പറയുന്ന സംവിധാനം. ഇത് ഫുട്പാത്താണ്. ഈ ഫുട്പാത്തിൽ കൂടി വനിതാ കോളേജിലെ പെൺകുട്ടികൾക്കും കോട്ടൺ ഹിൽ സ്കൂളിലെ പെൺകുട്ടികൾക്കും സുരക്ഷിതമായി നടന്നു പോകാനുള്ള ഒരു സംവിധാനം, അതായിരുന്നു അവർ ഉദ്ദേശിച്ചിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ അത് അങ്ങ് പൊളിച്ചു മാറ്റി. അത് പൊളിച്ചു മാറ്റിയപ്പോഴും വലിയ വിവാദം ഉയർത്തിയിരുന്നു. കാരണം 90 ലക്ഷം രൂപ ബജറ്റിട്ട ഈ ഇടനാഴിയുടെ പണി പൂർത്തിയായപ്പോൾ ഏകദേശം 2 കോടിയിൽ മുകളിലേക്ക് പോയെന്നും കോർപ്പറേഷനിലെ പലരും ആ അഴിമതിയുടെ ഭാഗമായി എന്നും അടക്കമുള്ള വലിയ ആരോപണങ്ങളൊക്കെ വന്നിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ അഭിഭാഷകനായ ശ്രീവത്സൻ എന്ന വ്യക്തി ഒരു വിവരാവകാശ രേഖ പ്രകാരം ഒരു ചോദ്യം നഗരസഭയിൽ കൊടുത്തിരുന്നു. ഇത്തരത്തിൽ എന്ത് സാഹചര്യത്തിലാണ് ഈ ഇടനാഴി പൊളിച്ചു മാറ്റിയത്, അത് എന്തുകൊണ്ട് പൊളിച്ചു മാറ്റി എന്നതായിരുന്നു. അപ്പോൾ നഗരസഭ അങ്ങനെ ഒരു ഇടനാഴി പൊളിച്ചു മാറ്റിയിട്ടേ ഇല്ല എന്നതാണ് ആ വിവരാവകാശ രേഖയിൽ പറഞ്ഞിരിക്കുന്ന മറുപടി. പിന്നീട് ആരാണ് പൊളിച്ചു മാറ്റിയത് എന്ന് നമ്മൾ നഗരസഭയിൽ തന്നെ അന്വേഷിച്ചു. കോർപ്പറേഷൻ സെക്രട്ടറി പറഞ്ഞത് ഒരുപക്ഷെ സ്മാർട്ട് സിറ്റി ആയിരിക്കും, അവർക്കാണല്ലോ ഈ റോഡ് വികസനത്തിന്റെ ഒരു ഉത്തരവാദിത്തം ഉണ്ടായിരുന്നത്, അപ്പോൾ അവരായിരിക്കും, അതാണെന്നുള്ള കാര്യത്തിൽ നമുക്ക് അവരോട് കൂടി ചോദിക്കാം. എന്തായാലും ഗോപാൽ ശീലാസനൽ, ആര് പൊളിച്ചു എന്ന് നമുക്ക് എന്തായാലും ഒന്ന് അന്വേഷിക്കാം. കാരണം ഇത്രയും നീളത്തിൽ ഇട്ടിരുന്ന ആ ഒരു മൂടിയൊക്കെ അത് എടുത്തുകൊണ്ട് പെട്ടെന്ന് പോകണമെന്നുണ്ടെങ്കിൽ കാക്കയൊന്നും കൊത്തിക്കൊണ്ട് പോവില്ലല്ലോ. ആരെങ്കിലും അവിടെ നിന്ന് പൊളിച്ചു മാറ്റണം. അവിടെ നിന്ന് വാഹനം എത്തി അത് കൊണ്ടുപോവുകയും വേണം. CCTV ഒക്കെ ഉണ്ടല്ലോ, AI ക്യാമറയൊക്കെ ഉണ്ടല്ലോ, കണ്ടുപിടിക്കാവുന്നതല്ലേ ഉള്ളൂ.